അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷം സുഖമാണോ? അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനിങ്ങനെ ദുഃഖിക്കുന്നത്? സന്തോഷം കണ്ടെത്തോ, ഹാപ്പിനെസ് കണ്ടെത്തൂ. പിന്നെ ഇതാ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ല മൊഞ്ചുള്ള പോളിൻ്റെ റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് കൊടുത്തിട്ട് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളില്ലേ മനസ്സെന്നും ഫ്രീ ആക്കുക, മനസ്സ് നല്ല വിശാലമാക്കുക. എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞ് ഭയങ്കര ദുഃഖം, ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ ആ ടെൻഷൻ വരാൻ നിങ്ങൾക്ക് എന്താ കാരണമെന്ന് വെച്ചാലും പറഞ്ഞ് ഓരോ കാര്യം ഓർത്തിട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ടെൻഷൻ ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഓർക്കാണ്ടിരുന്നാൽ പോരെ. എത്ര നല്ല നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും കാര്യം ഓർക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വായിക്കുക, അല്ലെങ്കിൽ പിന്നെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾക്ക്, അല്ലെങ്കിൽ പിന്നെ പുതിയ പുതിയ അറിവുകൾ എവിടുന്ന് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും. എന്നാൽ പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഈ വെറുതെ ഇരിക്കുന്നുണ്ടാകുന്ന ടെൻഷന്. ഞാനും മുമ്പ് ഇങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പം ഇതിലെല്ലാം ഇറങ്ങിയ ശേഷമാണ് അതൊക്കെ അങ്ങ് ഒഴിവായത്. കാരണം വെച്ചാൽ നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ടൈം കിട്ടുന്നില്ല. നമുക്ക് അടുത്ത വ്ളോഗ് പിടിക്കണം, അങ്ങനെ അതിൽ കണ്ടെത്തണം, ആ മൈൻഡ് അതിലേക്ക് കേന്ദ്രീകരിച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്തായി വേണ്ടത്? ടെൻഷൻ അടിക്കുമ്പം കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് പിന്നെ ആ മുഖത്തിൻ്റെ ആ ഒരു ഭംഗി അത് നഷ്ടപ്പെട്ടു. പിന്നെ പെട്ടെന്ന് മുടി നിരക്കും. അത് ടെൻഷൻ അടിക്കുന്നവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഏജ് ഒന്നും വേണമെന്നൊന്നുമില്ല. ടെൻഷൻ അടിക്കുന്നവർക്ക് വേഗം മുടി നിരക്കും. അതേപോലെ തന്നെ എത്ര ഫുഡ് കഴിച്ചാലും ആ ഒരു തടിക്ക് കാണൂല. അതേപോലെ തന്നെ ആ വെള്ളപൂക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ടെൻഷൻ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് വരാണ്ടിരിക്കണമെങ്കിൽ ടെൻഷന് കൂടുതൽ പിന്നെ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടതെന്ന്. അത് ഒഴിവാക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെല്ലാം എന്ന് പറഞ്ഞു. ഏത് പോളയാണ് റെഡിയാക്കുന്നത്, അതിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ പറയാൻ പോകുന്നുണ്ട്. നല്ല മൊഞ്ചുള്ള ക്യാരറ്റ് പോളയാണ് റെഡിയാക്കുന്നത്. 4 ക്യാരറ്റാണ് അതിലേക്ക് എടുത്തത്. അത് കഴുകിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് വേവിക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലോണം തന്ന ശേഷം മാത്രം ഇത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് മുമ്പായിട്ട് ചൂടോടെ മാറ്റാൻ പാടില്ല. ക്യാരറ്റ് നല്ലോണം വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ക്യാരറ്റ് ഇങ്ങനെ തരിതരിയായിട്ട് അവിടെ കിടക്കും. അവിടെ നല്ലോണം വേവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. 4 ക്യാരറ്റിന് ഞാനിതാ 3 മുട്ടയാണ് എടുക്കുന്നത്. ഇനി ക്യാരറ്റിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും. അത് നിങ്ങളെ പോളൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. പിന്നെ വേണ്ടത് ഏലക്കായ പൊടിച്ചതാണ്. ഇതാ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പാൽപ്പൊടി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോള വിചാരിച്ച പോലെ കിട്ടൂല. അഥവാ അതങ്ങ് എന്താ പറയുക പരങ്ങി കളിക്കും. പോളൊന്നും നമുക്ക് തിരിക്കാനും മറിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പാൽപ്പൊടി ഒരിക്കലും നിങ്ങൾ കുറക്കാൻ പാടില്ല, കൂട്ടിയിട്ടേ എടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പം 5 ടേബിൾ സ്പൂണോട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിറയെ എടുത്തിട്ടുണ്ട് പാൽപ്പൊടി. പിന്നെ ഇതിന് പകരം ചില ആൾ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുന്ന കാണലുണ്ട്. മൈദ ചേർക്കാനും പാടില്ല. മൈദ ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. പാൽപ്പൊടിയാണ് നല്ലത് കേട്ടോ. പിന്നെ വേണ്ടത് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയാണ്. ഞാൻ 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ മധുരത്തിൻ്റെ കണക്കായത് എടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായി അരക്കണം. ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു തരിതരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇതാ നല്ല നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം പാത്രം ഇങ്ങനെ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കുക. നെയ്യ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ക്യാരറ്റ് പോള കുക്കായി വന്നാൽ അത് പെട്ടെന്ന് ഇളക്കി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പോള ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. എൻ്റെ മുന്നാനേ മോള് പറയുന്നുണ്ട്, ഉമ്മ അത് കുറേ ദിവസമല്ലേ ക്യാരറ്റ് പോള റെഡിയാക്കിയിട്ടൊന്നും കാണാതെ എന്തുണ്ടാക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്.
പിന്നെ അപ്പം നിങ്ങൾക്ക് എന്നെ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ചിട്ട് അവിടെ ഒന്ന് കമൻറ്റ് കൊടുത്തോളി. പിന്നെ 20 മിനിറ്റ് വേണ്ടി 20 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി വരും. പിന്നെ ഇത് ഒഴിച്ച പാടന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കാൻ പാടില്ല. കുറച്ചൊന്ന് ആറിയ ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്താൽ അത് മൊത്തം അടിയിൽ പോയിട്ട് കിടക്കും. അങ്ങനെയാണ്. ഇനി അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മളെ പോള റെഡി ആയിട്ട് വരും. അത്രയെല്ലാം തന്നെയാണല്ലേ. ഐറ്റ് വേണമെന്ന് വെറുതെ അല്ല പറയുന്നതല്ലേ. ഞാനിപ്പോൾ ചായപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് കസേര വെച്ചിട്ട് അതിൻ്റെ മേലെ കയറിയിട്ടാണ് ഇതാ ചായപ്പൊടി എടുക്കുന്നത്. ഐറ്റില്ല എനിക്ക് ബസ്സിലെല്ലാം കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല. കമ്പി പിടിക്കണമെങ്കിൽ ഇങ്ങനെ ഏച്ച് പിടിക്കേണ്ടി വരും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാറെന്നറിയാമോ, ആ പെട്ടി സീറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, വേഗം അവിടത്തേക്ക് ഓടലാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നന്നാൽ എനിക്ക് സുഖമായിട്ട് കമ്പി പിടിക്കാൻ എത്തും. അന്നേരം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആ ഹൈറ്റ് ഉണ്ടായാലും കമ്പി പിടിക്കാൻ നല്ലതാണല്ലേ. വേറെ പ്രശ്നമൊന്നുമില്ല, ഈ ഹൈറ്റിൻ്റെ കണക്ക് തന്നെയാണ്. പക്ഷെ ബസ്സിൽ കയറിയാൽ ഒരു ചെറുതായിട്ട് ഒരു പ്രയാസം അത്രയേ ഉള്ളൂ. കമ്പി ഇങ്ങനെ ഏച്ച് പിടിക്കേണ്ടി വരും. പിന്നെ ചായപ്പൊടി പിന്നെ ഞാൻ അന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ പാടെ വേഗം അതിൻ്റെ അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തത്. എന്നിട്ട് ഇന്ന് പരതിയിട്ടൊന്നും അങ്ങനെ കാണുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചാൽ എവിടെയുള്ള ചായപ്പൊടി വെച്ചതെന്ന്. പിന്നെ അതെനിക്ക് ഓർമ്മ വന്നത് ഇതിൻ്റെ അകത്ത് എവിടെയോ ഉണ്ടെന്ന്. അങ്ങനെയാണ് കസേര വെച്ചിട്ട് കയറിയത്. നിങ്ങൾ എൻ്റെ കഥകളെല്ലാം കേട്ടിട്ട് ഇതാ ഇങ്ങനെ ഒരാളെ മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ. അപ്പോഴേക്ക് ഇതാ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കട്ടാക്കി എടുക്കട്ടെ കേട്ടാ. നല്ല കളർ കേട്ടാ. കളറ് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അഥവാ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കേ. ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും കാണണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്ക്. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം കേട്ടാ. ഇനി നമ്മൾ നേരത്തെ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, അതിലേക്ക് ഇനി വരാം. ദുഃഖിക്കാൻ വേണ്ടിയിട്ട് 1000 കാരണങ്ങളാണ് കണ്ടെത്തുന്നത്. അതാണ് വലിയൊരു കാര്യമല്ലേ. അതൊക്കെ ഒഴിവാക്കിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കണ്ടിട്ടു. സന്തോഷിക്കാൻ എത്ര കാരണങ്ങളുണ്ട്. അല്ലാതൊന്നും നമ്മൾ കാണൂലേ. നമ്മൾ ദുഃഖിക്കാൻ വേണ്ടിയിട്ട് എവിടെ എന്താ ഉള്ളത് നോക്കിയിട്ട് അതിൻ്റെ പുറകെ പോകും. മുമ്പ് അവരെന്നെ അങ്ങനെ ചെയ്തല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ, ഞാനും പണ്ട് അവരെത്ര സഹായിച്ച അവരെന്നെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കളിയാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നമ്മളെ സ്വയം നശിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കുള്ള എനർജിയും നമ്മളെ പവറൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ സ്വയം നശിച്ചു പോകും. അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവരെ മനസ്സിൽ അതൊന്നും ഉണ്ടല്ലോ. പിന്നെ വെറുതെ എന്തിനാ നമ്മളിങ്ങനെ മനസ്സിലിട്ട് പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ കലക്കി കുടിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് സന്തോഷം കണ്ടെത്തും. പിന്നെ ഫുൾ ടൈം ബിസി ആവാൻ വേണ്ടിയിട്ട് നോക്കുക, കഴിയുന്നതും ബിസി ആക്കുക. അതൊക്കെ തന്നെയാണ്. പിന്നെ മോട്ടിവേഷണൽ ക്ലാസ് കേൾക്കുക, അതേപോലെ ഇഷ്ടപ്പെട്ട വ്ളോഗ് റെസിപ്പീസ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെ ഇതാണ് ഇഷ്ടപ്പെടുന്നത് അതൊക്കെ കാണുക. ഇന്ന് അതന്നെ കാണണമെന്നൊന്നുമില്ല. പിന്നെ വേറെ എന്താണ്, പ്രഭാഷണം കേൾക്കുക, അങ്ങനെ എന്തെങ്കിലുമെല്ലാം ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വർക്ക് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിക്കൊന്നാൽ പിന്നെ നല്ല അടിപൊളി പരിപാടിയാണ്. യൂട്യൂബ് ചാനൽ ഇറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുണ്ട്, ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ കാണാൻ ചെയ്യേണ്ട തന്നെയാണ്. ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു പരിപാടിയാണ്. നല്ല പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് പുതിയ പുതിയ അറിവുകളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അതായത് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യലും മാത്രമല്ല, ഇതിൻ്റെ ബാക്കിൽ കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കണമെങ്കിൽ നന്നായിട്ട് തല വർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ കയറിയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തല വർക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലല്ലാണ്ട് മറ്റുള്ള കാര്യത്തിലും നമുക്ക് പിന്നെ എന്താ പറയുക പെട്ടെന്ന് ഓരോ കാര്യം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതിൽ നല്ല നമ്മൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതാ പറയുന്നത്, ഇതിൽ നമുക്ക് നല്ല അറിവാണ് കിട്ടുന്നത്. പിന്നെ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ശരിയായി വരും. ഒന്നും അറിയാത്ത ഒരാളാണ് ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ കയറിയ ശേഷമാണ് അത്യാവശ്യം കുറേ കാര്യം മനസ്സിലായത്.
ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ടെൻഷനും അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടെൻഷനെല്ലാം വരുമ്പോഴേ നമ്മളിങ്ങനെ ദുഃഖിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ കൂടുതൽ ഒഴിവാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ കൂടുതൽ ഇതിൽ ബിസിയായി, അപ്പം പിന്നെ ബിസി ആകുമ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന് ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പുറകെ പോകേണ്ടി വരും. അപ്പം നല്ലൊരു പരിപാടി തന്നെയാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും ഇതിൽ പിന്നെ വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞു തന്നെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലോ എത്ര പുതിയ ആൾക്കാരാണെന്നറിയാം യൂട്യൂബിൽ ഇപ്പോൾ ഫുൾ നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് ഇത് തന്നെയാണ്, ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാമല്ലോ എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത്. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഒഴിവാക്കാൻ മനസ്സില്ലാത്തതെന്ന്. കാരണം വെച്ചാൽ പൊട്ടന്മാരായ നമുക്കെല്ലാം നല്ല വിവരം കിട്ടിയത് ഇതിൽ കയറിയിട്ടാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരും നമ്മളോട് പേഴ്സണലായിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പഠിച്ചിന്, പക്ഷെ അതിലും കൂടുതൽ നമുക്ക് വിവരങ്ങൾ കിട്ടിയത് ഇതിൽ കയറിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിലൂടെയാണ് നമുക്ക് അറിവുകൾ കിട്ടുന്നത്. സ്റ്റോപ്പ് ചെയ്യുന്നില്ലല്ലോ. അതാ പറയുന്നത്. ഇതിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളതിലും കുറച്ചൊക്കെ അറിവ് കിട്ടും കേട്ടോ. എനിക്ക് നല്ലൊരു 100% നല്ലൊരു പരിപാടിയായിട്ടാണ് തോന്നിയത്. പിന്നെ നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്കെല്ലാം ഇതിൽ കയറിയാൽ നല്ല ക്ഷമ ഉണ്ടാകും, അത് ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ മറച്ചു വെക്കുന്ന ഒരു പരിപാടിയൊന്നും എനിക്കില്ല. ബിസിയാന്ന് ടൈമില്ല അങ്ങനെയൊന്നും പറയുന്നു ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എവിടെയെങ്കിലും ആയിട്ട് നല്ലതൊക്കെ കിട്ടിക്കൂട്ടി എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതാ ഞാൻ നെയ്പ്പത്തല റെഡിയാക്കുന്നത്. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ നെയ്പ്പത്തല് ഭയങ്കര ടേസ്റ്റ് തന്നെയല്ലേ. പിന്നെ ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന തന്നെയാണ്. പിന്നെ നമ്മളെ കണ്ണൂർ മെയിൻ തന്നെയാണ് കേട്ടോ. പുയ്യാപ്പളെല്ലാം വീട്ടിൽ കൂടിയാലേ രാവിലെല്ലാം ഇത് മെയിനായിട്ട് ഉണ്ടാകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ രാത്രിയൊക്കെയാണ് റെഡിയാക്കുന്നത് കേട്ടോ. പിന്നെ ഇനി കൂടുതലായിട്ട് എന്താ പറയാനുള്ളേ? കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. പിന്നെ എന്താ പറയുക, ഇങ്ങനെ വെറുതെ ദുഃഖിച്ചിട്ട് ഇരിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമെല്ലാം ചെയ്തിട്ട് അങ്ങ് മുന്നോട്ട് പോവുക. യൂട്യൂബ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലുമെല്ലാം ചെയ്യുക, അത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ടെല്ലാം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.